വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പറ്റിപ്പോയി വിശ്വ, നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയൊന്നല്ലടാ. നീ ഇനി അവന്മാർക്ക് മുമ്പിൽ തോറ്റി നിൽക്കുന്ന കാണാൻ വയ്യായിട്ടാ. എനിക്കത് സഹിക്കാൻ വയ്യായിട്ടാ. ആർക്കു മുന്നിൽ തൻ്റെ അടിയറ പറയാത്ത നിന്റെ സ്വഭാവം എനിക്കറിയാലോ. മുരുകൻ വിശ്വയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നിമിത്തത്തിലും ഇതിലൊന്നും എനിക്കത്ര വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഈ വിധം നമ്മൾ കുടുങ്ങിപ്പോവാടാ. ഒരു നെടുവീർപ്പോടെ വിശ്വ പറഞ്ഞു നിർത്തി. ഒന്നുമില്ല, നീ വെറുതെ അനാവശ്യമായിട്ടൊന്നും തന്നെ ചിന്തിച്ചു കൂട്ടേണ്ട. ഇതൊക്കെ അങ്ങ് തീരും. അതിനിടയിൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ ഒട്ടും കുറയാതെ തന്നെ കിട്ടുകയും ചെയ്യും. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും. മല്ലിയുടെ ജീവൻ തിരികെ പിടിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി എനിക്ക് ആശ്വാസം കിട്ടാൻ. അത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ മുരുക. അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കാൻ തുനിഞ്ഞ വിശ്വയെ മുരുകൻ കയ്യിൽ പിടിച്ചു നിർത്തി. മിത്രയെ ചതിക്കാൻ നിനക്ക് കഴിയില്ല വിശ്വ, മുരുകൻ അവനോട് പറഞ്ഞു. ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും ഞൊടിയുടെ കൊണ്ട് വിശ്വ ചിരി തിരിച്ചു പിടിച്ചു. യെസ്, കഴിയില്ല. അവനത് സമ്മതിച്ചു കൊടുത്തു. നീ അവളെ സ്നേഹിക്കുന്നുണ്ടടാ. മുരുകൻ പറയുമ്പോൾ വിശ്വ അവനെ സൂക്ഷിച്ചു നോക്കി. എനിക്കറിയാടാ, അവരൊന്ന് 5 ലക്ഷം രൂപകൾ അഭിനയമില്ലാതെ തന്നെ നീ അവളെ നിന്റെ ജീവനോളം സ്നേഹിക്കുന്നുണ്ട് വിശ്വ, മുരുകൻ വാശി പോലെ പറഞ്ഞു. സത്യമാ, എനിക്ക് അവളോടുള്ള സ്നേഹം അഭിനയമല്ല. മിത്രാണ് ഈ സ്നേഹത്തിനെ എനിക്കിനി അത്ര നിസ്സാരമായി കാണാനും കഴിയില്ല. കാരണം അവളെന്റെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ കഴിയാത്ത വിധം അവൾ എൻ്റെ ആത്മാവിൽ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. ഒന്ന് ശ്വാസം എടുത്തിട്ട് മുരുകനോട് സമ്മതിച്ചു കൊടുക്കുമ്പോൾ മിത്രയോടുള്ള സ്നേഹം മുഴുവനും അവന്റെ വാക്കുകൾക്ക് കനം കൂട്ടി, ഉറപ്പ് കൂട്ടി. എനിക്കറിയാം വിശ്വ, എനിക്കറിയാം. അതറിഞ്ഞിട്ട് തന്നെയാ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്ത്. ഞാൻ അവളെ സ്നേഹിക്കുന്നതിനുള്ള പരിഹാരമാണോടാ നീ നിന്റെ കിഡ്നി കൊണ്ടുപോയി വിറ്റ് കാശ് കൊണ്ടുവരുന്നത്? അത് അവന്മാർക്ക് കൊടുക്കുന്നത് ആണോടാ? വിശ്വക്ക് ദേഷ്യം വന്നു. അങ്ങനെയല്ല വിശ്വ, സ്നേഹിക്കുന്നവർക്ക് ജീവൻ വേണമെങ്കിൽ പോലും കൊടുക്കുന്നതിന്റെ സ്വഭാവം എനിക്കറിയാലോ. അതുകൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് ഗതികേട് വന്നു. മുരുകന്റെ സ്വരം വീണ്ടും പതിഞ്ഞു. അതുകൊണ്ട് വിശ്വനെ രൂക്ഷമായി നോക്കി. അതുകൊണ്ട് മുരുകന് ബാക്കി പറയാൻ വയ്യ. വീണ്ടും അവന്റെ മുഖം കുനിഞ്ഞു പോയി. അതുകൊണ്ട് നീ ഇനി ഒന്നും പറയണ്ട. നിന്നെയും മല്ലിയെയും പോലെ തന്നെ പ്രിയപ്പെട്ടതാ എനിക്കിപ്പം ഇത്രയും. നിങ്ങളെ ചേർത്ത് പിടിച്ച പോലെ തന്നെ എനിക്ക് അവളെയും ചേർത്ത് പിടിച്ചേ പറ്റൂ. കാരണം എന്നെ ഞാനായി കണ്ട് സ്നേഹിക്കുന്നവളാവള്. എൻ്റെ ഉദ്ദേശശുദ്ധി അറിയാതെ വഞ്ചന കൊണ്ട് പ്രണയം തുടങ്ങിയ എനിക്ക് മുമ്പിൽ അവളുടെ സ്നേഹം പരിശുദ്ധമാണ്. ആ നീതി എനിക്ക് അവളോട് കാണിച്ചേ പറ്റൂ. അതോടൊപ്പം തന്നെ CS ഗ്രൂപ്പ് നമുക്ക് തന്ന കാശിനുള്ള നീതിയും കാണിക്കണം. എനിക്കറിയാടാ, റിസ്കാ. പക്ഷേ ഇപ്പോഴീ റിസ്ക് ഞാൻ ഏറ്റെടുക്കും. എനിക്കെൻ്റെ പ്രണയത്തെ സംരക്ഷിച്ചേ മതിയാവും മുരുക. ആൾക്ക് എന്നോടുള്ള വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചേ മതിയാവൂ. ആദ്യമായി എൻ്റെ ഹൃദയത്തിനകത്തേക്ക് കയറി വന്നവളാണ്. ആൾക്ക് മുന്നിലേക്ക് വാങ്ങിച്ച കാശിനോടുള്ള ജോലിക്കായി വന്നതാണെങ്കിലും ഇപ്പം എനിക്ക് അവൾ അങ്ങനെയല്ല, ഇനി ഒരിക്കലും ആവാനും പോകുന്നില്ല. അതുകൊണ്ട് അവളെ ഓർത്തുകൊണ്ട് നീ വേണ്ടാത്ത പണിക്ക് പോകല്ലേ. എനിക്കറിയാം എന്തു വേണമെന്ന്. മിത്രയെ നോവിക്കാൻ ഞാൻ ആരെയും സമ്മതിച്ചു കൊടുക്കില്ല മുരുക. അവളിപ്പോൾ എൻ്റെയാ. മുരുകന്റെ തോളിലും തട്ടി അത്രയും പറഞ്ഞിട്ട് വിശ്വ ഇറങ്ങിപ്പോയിട്ടും പിന്നെയും എന്തൊക്കെയോ പറയാൻ ബാക്കിയുള്ള പോലെ. എന്നാൽ അതിനൊന്നും വയ്യാത്ത പോലെ മുരുകൻ അതേ നിൽപ്പായിരുന്നു. വിശ്വ, കിടക്കാൻ നേരമാണ് മിത്രക്ക് പിന്നെ അവനെ വിളിക്കാൻ പറ്റിയത്. പറയ്. അവന്റെ പ്രസരിപ്പ് നിറഞ്ഞ സ്വരം. കിടന്നോ നീ? ദേ ഇപ്പോ. കഴിച്ചോ? നീ കഴിച്ചില്ലേ? അവിടെ എന്താ അവസ്ഥ? ഇവിടെ എന്താ മഞ്ഞൊരുക്കി തുടങ്ങി. തേനെ കലിപ്പിട്ട് അയഞ്ഞു തുടങ്ങി. എന്നോട് സന്ധി സംഭാഷണത്തിനൊക്കെ വന്നു. മിത്രക്കും സന്തോഷമാണ്. അത് കൊള്ളാലോ. ഇത്രയും വേഗം ഒരു കീഴടങ്ങല് അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആൾക്കിനോട് ദേഷ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൾക്ക് ദേഷ്യം നിന്നോടല്ലല്ലോ, അത് എന്നോടല്ലേ മിത്ര, ആദ്യം മുതലേ. പിന്നെ ഇപ്പം അതൊന്ന് കുറച്ച് കൂടി, അത്രേ ഉള്ളൂ. വിശ്വ ചിരിയോടെ പറഞ്ഞു. അത് ഞാൻ അവളോട് തന്നെ പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പഴയ പോലെ തന്നെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എനിക്കിഷ്ടമെന്ന്. അതാ നല്ലത്. എന്തിനാ വെറുതെ? കൂട്ടത്തിൽ വേറൊന്നുകൂടി പറഞ്ഞു. അതെന്താ? അത് കുറച്ച് സ്പെഷ്യലാടോ. എന്നാലും പറയേണ്ട പെണ്ണേ, എനിക്ക് കേൾക്കാൻ തോന്നുക. അറിയാതെ തന്നെ അവനിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന പ്രണയത്തിന്റെ മാസ്മരിക ഭംഗി നിറഞ്ഞുള്ള ആ വാക്കുകൾ മിത്രയുടെ ഹൃദയം ഒന്ന് തുള്ളി വിറച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രണയം എന്ന വികാരം അല്പം പഞ്ചാര തന്നെയാണെന്ന് അവൾ ആ നിമിഷം അടിവരയിട്ട് ഉറപ്പിച്ചു. കാരണം അന്നുവരെയും തോന്നാത്ത മൃദുല വികാരങ്ങൾ അവളെ ആ നിമിഷം അടക്കി ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിശ്വ അങ്ങനെ വിളിച്ചു കേൾക്കാൻ നല്ല രസമുണ്ട്. മിത്രയെ തുറന്നു പറഞ്ഞു. എങ്ങനെ വിളിച്ചു കേൾക്കാൻ? പെണ്ണേന്ന് വിളിച്ചില്ലേ? മിത്രയ്ക്ക് ചിരി വന്നു തന്റെ ചെയ്തികൾ ഓർക്കുമ്പോൾ.
പെണ്ണെന്നോ? ഞാനങ്ങനെ വിളിച്ചില്ലല്ലോ. വിശ്വ കള്ളത്തരം. പിന്നില്ലേ വിളിച്ചു വിളിച്ചു, പക്ഷെ പെണ്ണേന്നല്ലോ. എന്റെ പെണ്ണേന്നല്ലേ ഞാൻ വിളിച്ചത്. അതിലെ എൻ്റെ എന്നുള്ള നീ കേട്ടില്ലേ? അതോ അത് ഇഷ്ടായില്ലേ നീ? അവന്റെ സ്വരത്തിൽ വീണ്ടും പ്രണയം കലർന്നു. മിത്ര, കേൾക്കുന്നില്ലേ നീ? ആളുടെ അനക്കൊന്ന് കേൾക്കാനായിട്ട് വിശ്വ വിളിച്ചു നോക്കി. ഇവിടെ ഉണ്ട്. എൻ്റെ അല്ലേ? നിന്റെ മാത്രം. ആൾക്ക് ഉറപ്പുണ്ട്. നിനക്കിഷ്ടായ സ്ഥിതിക്ക് ഇനി ഞാൻ നിന്നെ എൻ്റെ പെണ്ണേന്ന് തന്നെ വിളിച്ചേക്കാൻ കേട്ടോ. അങ്ങനെ എപ്പോഴും വേണ്ട, അതൊരു സ്പെഷ്യൽ അല്ലേ? ഒരുപാട് സ്നേഹം തോന്നുമ്പോൾ, അതായത് ഈ വിളി കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. വിശ്വക്കിനോട് ഭയങ്കര സ്നേഹം തോന്നുന്ന നിമിഷമാണ് അപ്പോഴെന്ന്. അങ്ങനെയുള്ളപ്പോൾ മാത്രം മതി. മുരുകന്റെ വാക്കുകൾ അകിൽ പറഞ്ഞ് മുറിവേൽപ്പിച്ചത്. എല്ലാം കൊണ്ട് ഹൃദയം മുറിഞ്ഞ് ചോരവാർന്ന മുറിയിൽ മരുന്ന് പുരട്ടിയതുപോലൊരു ആശ്വാസമാണ് അവനപ്പോൾ അനുഭവപ്പെട്ടത്. സെറ്റ്. വാക്കൊടുക്കുമ്പോൾ അവനും നിറഞ്ഞു കവിഞ്ഞതുപോലൊരു ഫീലാണ്. എന്നിട്ട് പറഞ്ഞു, ടീനയോട് പിന്നെന്താ പറഞ്ഞെന്ന് അതെനിക്കറിയണം. വിശ്വ അപ്പോഴും അത് വിട്ടിട്ടില്ല. അവൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് വിശ്വ, അതുപോലെ തന്നെ അവളുടെ സൗഹൃദം. പക്ഷെ അതിനൊന്നും വേണ്ടി വിശ്വ ഞാൻ വേണ്ടെന്ന് വെക്കില്ലെന്ന്. എനിക്കവനെ അത്ര ഇഷ്ടമാണെന്ന്. മിത്രയുടെ സ്വരത്തിൽ തന്നോടുള്ള പ്രണയം നിറഞ്ഞു വിങ്ങുന്നത് ഒട്ടൊരു പുളകത്തോടെയാണ് വിശ്വ അറിഞ്ഞത്. അത്ര ഇഷ്ടമുണ്ട് എന്നോട്? വിശ്വ ആ നിർവൃതിയിൽ ചോദിച്ചു പോയി. സംശയമുണ്ടോ നിനക്ക്? ഇല്ല, എനിക്കറിയാം. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് മിത്ര. അവന്റെ വാക്കിൽ അത്രയും ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവൾക്കത് മനസ്സിലായില്ല. വേണ്ടെന്നേ, അവൾക്കത് മനസ്സിലാവില്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും. എനിക്ക് മാത്രം. ഇപ്പോഴും നിനക്കെന്തോ ബാഡ് ഉദ്ദേശമുണ്ടെന്നും അതിലേക്കുള്ള വഴിയാണ് ഞാനെന്നുമാണ് അവളുടെ കണ്ടുപിടുത്തം. അതുവരെയുള്ള സുഖകരമായ അവസ്ഥയിൽ നിന്നും താനൊരു എരിതിയിലേക്ക് വീണതുപോലെ വിശ്വയൊന്ന് പുളഞ്ഞു അത് കേട്ടപ്പോൾ. ഇനിയിപ്പോ അവള് പറഞ്ഞ പോലെയാണ് ഞാനെങ്കിലോ മിത്ര? അങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ലല്ലോ, അങ്ങനെ എനിക്ക് തോന്നാത്തോണ്ടല്ലേ ഞാൻ നിന്നെ ഇത്രയും സ്നേഹിച്ചു പോയത്. ഇനി എന്റെ പപ്പയോട് നിന്നെക്കുറിച്ച് പറയാൻ കാത്തിരിക്കാൻ ഞാൻ. അതിനെക്കുറിച്ച് മാത്രമേ എനിക്കൊരു ആശങ്കയുള്ളൂ. പപ്പ സമ്മതിച്ചെന്നില്ലെങ്കിലോ? ആ ചോദ്യത്തിന് മുമ്പിൽ ആളൊരു നിമിഷം നിശബ്ദമായി. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം അവളുടെ ചിന്തയിൽ ഒരിടത്ത് പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. വിഷയെക്കുറിച്ച് തെറ്റായി പപ്പ അറിയരുതെന്നുണ്ടായിരുന്നു. പക്ഷെ പപ്പയുടെ സമ്മതമില്ലായ്മയെ കുറിച്ച് അപ്പോഴും ഓർത്തില്ല. പറയ്, പപ്പ സമ്മതിച്ചെന്നില്ലെങ്കിലോ? നേരെ തേച്ചു പോവോ? ആണൽപ്പം കുസൃതി ഏർത്തുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം അവളെ അല്പം ടെൻഷനാക്കിയെന്ന് വിശ്വക്ക് അറിയാം. നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ വിശ്വ? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നേയില്ല. ഇനിയിപ്പോ അങ്ങനെ പപ്പ പറഞ്ഞാലും ഞാനും നീയും കാത്തിരിക്കും. പപ്പ സമ്മതിച്ചിരുവോളം പ്രണയത്തോടെ തന്നെ കാത്തിരിക്കും. അതല്ലാതെ ഇനി എൻ്റെ ജീവിതത്തിലൊരു പെണ്ണില്ല മിത്ര. അവന്റെ സ്വരം അങ്ങേയറ്റ ആർദ്രമായിരുന്നത് പറയുമ്പോൾ എനിക്കും വിശ്വ, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്ന പെണ്ണെ. മിത്രയെ തരളിതയാക്കിക്കൊണ്ട് അവൻ പതിയെ പറഞ്ഞു. എനിക്കും. ഞാനെന്നാ മതിലിയാടിങ്ങ് വന്നേക്കട്ടെ? അത് വേണ്ട വിശ്വ. എന്താ, ടീനെ പേടിച്ചിട്ടാണോ? പേടിയൊന്നുമല്ലടാ, ആളുകൂടി വീട്ടിലുണ്ടാകുമ്പോ അത് മോശമായി പോയില്ലേ, അതുകൊണ്ടാ. അത് ശരിയാ. അവന് സമ്മതിച്ചു കൊടുത്തു. നാളെ കാണാലോ. മിത്ര തന്നെ പ്രതിവിധിയും പറഞ്ഞു കൊടുത്തു. കാണണം. അതാ മനോഹരമായ വാക്കിന്റെ തണുപ്പിലാണ് വിശ്വയും മിത്രയും ഉറക്കം പിടിച്ചത്. മറ്റന്നാളല്ലേ തിരികെ വരുന്നത്? ബസ്സിൽ കയറി നിന്നിട്ടും ടീനകത്ത് തന്നെ ചോദിക്കുമ്പോൾ മിത്രയ്ക്ക് ചിരി വന്നു. അതെ, സൺഡേ വൈകിട്ട്. 3-4 പ്രാവശ്യം അവളോട് തന്നെ പറഞ്ഞു പോയ ഉത്തരം മിത്ര ഒന്നുകൂടി പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ടീനയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. അവൾ ആഴ്ച വീട്ടിൽ പോകാൻ തന്നെ കരുതിയിട്ടില്ല. എനിക്ക് പോകണം ടീന, പപ്പ വരുന്നുണ്ട്, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. 2 ആഴ്ച അവരായി പപ്പയെ കണ്ടിട്ട് എന്ന് മിത്ര പറയുമ്പോൾ ടീനയും പിന്നെ പോവുകയല്ലാതെ മറ്റു വഴികളില്ല. മിത്രയെ പോലെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യമൊന്നുമില്ല അവൾക്ക്. പോകാൻ ഒരുങ്ങിയപ്പോൾ മുതൽ ചോദിക്കുന്നതാണ് തിരിച്ചു വരുന്ന കാര്യം. അവളോട് പറയാൻ നേരത്തെ വന്നിട്ട് വിശയുടെ കൂടെ താൻ ചുറ്റിക്കറങ്ങി നടക്കുമോ എന്നായിരിക്കും അവളുടെ മനസ്സിൽ നിന്ന് മിത്രക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നാലും അതിനെ ചൊല്ലി കൂടുതൽ സംസാരം ഉണ്ടാവാതിരിക്കാൻ മിത്ര മനഃപൂർവ്വം അത് അറിഞ്ഞില്ലെന്ന് അടിക്കുകയും ചെയ്തു. ബസ്സിൽ കയറി ഇരുന്നോ നീ? ടീന മിത്രയോട് ആവശ്യപ്പെട്ടു. 2 ആളും കൂടി ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആദ്യം ടീനയുടെ ബസ്സാണ് സ്റ്റാൻഡിൽ വിടുന്നത്. അതുകൊണ്ട് സ്കൂട്ടി പാർക്ക് ചെയ്തുകൊണ്ട് ചെറിയൊരു ബാഗുമായി മിത്രയും ടീനയുടെ അരിയിലേക്കാണ് ചെന്നത്. പോയിക്കൊള്ളാം, എനിക്കെന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ആളിരിക്കുന്ന സീറ്റിനരികെ പുറത്തു നിന്നുകൊണ്ട് മിത്ര ചോദിച്ചു. വേണ്ട, വെള്ളം സ്നാക്സ് എൻ്റെ കയ്യിലുണ്ട്. ടീന കൈയുള്ള കുപ്പി ഉയർത്തി കാണിച്ചു. അപ്പോഴേക്കും അവളിരിക്കുന്ന ബസ് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. എത്തിയിട്ട് മെസ്സേജ് ഇട്. അവൻ പറഞ്ഞുകൊണ്ട് മിത്ര പിന്നിലേക്ക് മാറി. ബായ് തലയാട്ടി കാണിച്ചുകൊണ്ട് ടീന കൈവീശി. അവളെ കടന്നുകൊണ്ട് ആ ബസ് മുന്നോട്ട് പോയിട്ടാണ് മിത്ര അവൾക്കുള്ള ബസ്സിന്റെ അരിയിലേക്ക് ചെന്നത്. അത് അവിടെ വിട്ടു പോകാനുള്ള ടൈമായിട്ടില്ല. 10-15 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. ബാഗുമായി മിത്ര ബസ്സിന്റെ അരിയിലേക്ക് ചെന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ ഇടം വരാരെയോ തേടുന്നുണ്ട്.
തേടിയത് കണ്ടുകിട്ടാത്ത നിരാശയോടെയാണ് അവൾ ബസ്സിലേക്ക് ചെന്ന് കയറിയതും. 1-2 ആളുകൾ മാത്രമുണ്ട് അതിനുള്ളിൽ. പോവാറാകുമ്പോഴേക്ക് ഏറെക്കുറെ നിറയും. 1-2 പ്രാവശ്യം അതിൽ പോയതുകൊണ്ട് മിത്രക്കറിയാം അതിന്റെ നിയമങ്ങൾ. ബാഗ് മുകളിലെ റാക്കിലേക്ക് വെച്ചിട്ട് അവൾ ഒരു സീറ്റിലേക്ക് ഇരുന്നു. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് വിശ്വയെ വിളിച്ചു. അപ്പോഴും അവിടെ കണ്ണുകൾ പുറത്തു തന്നെയാണ്. പറയും മിത്ര. കാതിൽ അവന്റെ സ്വരം. വരുന്നില്ല വിശ്വ, ഞാനിവിടെ സ്റ്റാൻഡിലെത്തി. ഇനി ഒരു 15 മിനിറ്റ് കൂടിയേ കാണും. വരണോ ഞാൻ? കുറുമ്പോടെയുള്ള അവന്റെ സ്വരം. വരുമെന്ന് പറഞ്ഞില്ലേ? അവളുടെ ഉള്ളിലെ നിരാശ ആ വാക്കുകളിലുണ്ട്. പറഞ്ഞിരുന്നു. എന്നിട്ടെന്തേ? നിനക്കെന്നെ കാണാൻ തോന്നുന്നുണ്ടോ? ചിരിച്ചുകൊണ്ടുള്ള ചോദ്യം. മിത്ര എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലാണ്. കാണാൻ കൊതിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടെന്ന് തന്നെയാണ്. ഈയിടെത്തിയ നിമിഷം മുതൽ കണ്ണും മനസ്സും ദാഹിക്കുന്നവനെ കാണാൻ വേണ്ടിയാണ്. താളം തെറ്റിയ ഹൃദയമിടിപ്പ് പോലും ആ കൂടിക്കാഴ്ച ഓർത്തിട്ടാണ്. വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവിട്ടെ എന്നാണ് അവൻ തിരിച്ചു ചോദിച്ചത്. വേണ്ടെന്ന് പറഞ്ഞ് ടീനെ ഓർത്തിട്ടാണ്. ആള് വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വയ്യെന്ന് തോന്നിയിട്ടാണ്. എങ്കിൽ ഞാൻ സ്റ്റാൻഡിൽ വന്ന് കണ്ടോളാമെന്ന് അവൻ പറഞ്ഞ നിമിഷം മുതൽ ഉള്ളിലൊരു വല്ലാത്ത തിടുക്കമുണ്ട്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരമുണ്ട്. ഇത് വല്ലത് ഇവനറിയണം. പറയ്, കാണോ? അടക്കി പിടിച്ചുള്ള ആ ചോദ്യം വീണ്ടും കേൾക്കെ കണ്ണുകൾ ഇറുക്കെ ചിമ്മിക്കൊണ്ട് അവൾ വേണമെന്ന് മൂളി. എങ്കിൽ കണ്ണു തുറന്ന് നോക്കേണ്ട പെണ്ണേ. കാതിൽ ആ വാക്കുകൾ പറഞ്ഞതിനൊപ്പം താനിരിക്കുന്നതിനോട് ചാരി ആരുടെയോ സാമീപ്യം. ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കള്ളത്തിർ നിറഞ്ഞൊരു ചിരിയോടെ അവൻ അരികിലിരിക്കുന്നു. ഉള്ളൊന്ന് തുള്ളിപ്പോയവൾക്ക്. അത്രമേൽ ചേർന്നിരിക്കുന്നവന്റെ ഗന്ധം, ചിരി, പിന്നെ സ്വന്തമാണെന്നുള്ള ഉള്ളിലെ അവകാശം. മിത്രയ നിമിഷത്തിന്റെ നിറവിലാണ്. എന്നിട്ടും വരുത്തി കൂട്ടിയ കപടമായ ദേഷ്യത്തോടെ അവന് നോക്കാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ വരില്ലെന്ന് കരുതിയോ? കാതോട് ചേർന്ന് സ്വകാര്യം പോലെയാണ് ചോദ്യം. മിത്ര പിണക്കം മറന്നുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു. വരുമെന്ന് എനിക്കറിയാം. ആ കണ്ണിലേക്ക് നോക്കിയത് പറയുമ്പോൾ അവനും കണ്ണിമോട്ടാതെ അവളെ നോക്കിയിരുന്നു. അത്രയും ഉറപ്പുണ്ടായിരുന്നു. ഏറ്റവും മൃദുവായിട്ടാണ് ചോദ്യം. അവനും അവൾക്ക് മാത്രമുള്ളതെന്ന പോലെ അത്രയും പതിയെ. വന്നില്ലായിരുന്നെങ്കിലോ? സങ്കടാവുമായിരുന്നോ? സ്ത്രീ സഹജമായ നാണമാണോ അതോ പ്രണയം നൽകുന്ന ചേലാണോ? എന്തായാലും ചോര ചോപ്പാർന്നു വരുന്ന അവളുടെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി വിശ്വ ചോദിച്ചു. പിന്നില്ലേ, വന്ന മുതൽ ഞാൻ നോക്കി ആവേശത്തിൽ പറഞ്ഞു വന്നിട്ട് മിത്ര പാതിയിൽ നിർത്തി. ആളാ നിർത്തിക്കളഞ്ഞെന്തെന്ന് മനസ്സിലായതുപോലെ വിശ്വയുടെ ചിരി. അവരിൽ നിന്ന് മുഖം ഒളിപ്പിച്ചു പിടിക്കാൻ അവൾ അഭയം പ്രാപിച്ചത് ആ നെഞ്ചിൽ തന്നെയാണ്. രണ്ടുപേരും വല്ലാതെ വിറക്കുന്നുണ്ട്. ആദ്യമായി അറിയുന്ന പെണ്ണിന്റെ മൃദുലതയിൽ വിശ്വ ഒന്ന് തരിച്ചു പോയപ്പോൾ അവന്റെ കരുത്തുള്ള നെഞ്ചിൽ താൻ ചേർന്നിരുന്നുകൊണ്ട് അതിവേഗം ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആ നെഞ്ചിൽ ചേർന്നിരിക്കുമ്പോൾ അവൾക്കുള്ളിൽ കൂടിയൊരു മിന്നലൊളി പാഞ്ഞിറങ്ങിപ്പോയി. വല്ലാത്തൊരു നിമിഷം. അറിയാതെ തന്നെ അവൾക്ക് അനിഷ്ടമാവുമോ എന്നൊരു ചെറിയ ആശങ്കയുണ്ടെങ്കിലും വലത് കൈ കൊണ്ട് അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിക്കുമ്പോൾ രണ്ടുപേർക്കും പിടച്ചിലാണ്. മനോഹരമായ നിമിഷങ്ങൾക്ക് ആയുസ് കുറവാണെന്ന പോലെ ബസ് സ്റ്റാൻഡ് വിടാനുള്ള ബെല്ലടി കേട്ടപ്പോഴാണ് വിശ്വയും ഇത്രയും ഞെട്ടി മാറിയത്. ഇത്രയും നേരം ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും മുറിച്ചു മാറ്റി അവരുടേത് മാത്രമായൊരു പ്രണയത്തിന്റെ ലോകത്തായിരുന്നു. അതുകൊണ്ട് സമയം പോകുന്നു, ബസ്സിൽ ആള് നിറയുന്നു, അവരിൽ പലരും പല ഭാവത്തിൽ നോക്കുന്നു. അവർക്കറിയാവുന്ന പോലെ പലതും ഊഹിക്കുന്നൊന്നും അവരറിഞ്ഞില്ല. ഇറങ്ങിക്കോ വിശ്വ, ബസ്സിൽ എടുക്കും. മിത്ര അവനെ വിട്ടുമാറിക്കൊണ്ട് ധൃതി കാണിച്ചു. പക്ഷേ പറയാൻ വന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു അവന്റെ മനസ്സിൽ. ഇത്രയും പെട്ടെന്ന് ഇനിയിപ്പൊ കാണാൻ 2 ദിവസം കഴിയണം. ഇറങ്ങി വിശ്വ. അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് മിത്ര ഒന്നുകൂടി പറഞ്ഞു. നീ വാ. പറയുന്നതിനൊപ്പം തന്നെ അവൻ എഴുന്നേറ്റ് അവളെ കൂടി വലിച്ചു പൊക്കി. വിശ്വ, പപ്പ കാത്തിരിക്കും, എനിക്ക് പോണം. മിത്ര ബലം പിടിച്ചു. എനിക്കറിയാം, വാ. അവനൊന്ന് കണ്ണിച്ചിമി കാണിച്ചു. ഇതാണോ ബാഗ്? റാക്കിൽ മിത്ര വെച്ച ബാഗ് ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അതേന്നവൾ തലയാട്ടി കാണിക്കും മുന്നേ അതും വലിച്ചെടുത്ത് തോളിലിട്ട് ഒരു കൈയിൽ മിത്രയെയും പിടിച്ചുകൊണ്ടാണ് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി. 2-3 പ്രാവശ്യം സ്ഥിരമായി പോയതുകൊണ്ട് ഒരു ലോങ് ടിക്കറ്റ് മിസ്സായി പോയതിന്റെ കലിപ്പിൽ വിഷയെ തുറിച്ചു നോക്കുന്ന കണ്ടക്ടറെ കണ്ടപ്പോൾ അവൾക്ക് ആ നിമിഷം ചിരിയും വന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി അതേ നിമിഷം തന്നെ ബസ് വിട്ട് പോവുകയും ചെയ്തു. എന്ത് പണിയ വിഷയം നീ കാണിച്ചേ? എനിക്കിന്ന് പോണം, പപ്പ കാത്തിരിക്കും. അവൻ അപ്പോഴും അവളെ കൈ പിടിച്ചുകൊണ്ടൊരു ചിരിയോടെ മുന്നോട്ട് നടക്കുകയാണ്. അടുത്ത ബസ് ഇനി 1 മണിക്കൂർ കഴിഞ്ഞാണ്. അതിൽ പോകാനുള്ള പരിപാടിയാണ് അവനെന്ന് തോന്നി അവൾക്ക്. പക്ഷെ അതിൽ പോയാൽ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. നീ എന്നെ എങ്ങോട്ട് കൊണ്ട് വായിച്ചാ? അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും മിത്ര വീണ്ടും ചോദിച്ചു. കൊല്ലാൻ. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ആണോ? സ്നേഹിച്ചു വന്നാൽ മതി കേട്ടോ. അവന്റെ കയ്യിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് ആ തോളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ ചാരി അവളും കുറുമ്പ് പറഞ്ഞു. മേഡത്തിന് മരിക്കാനപ്പോ പേടിയില്ലേ? ഇല്ല, നീയല്ലേ ഈശ എന്നെ വേദനിപ്പിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പപ്പ കഴിഞ്ഞപ്പോ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന പുരുഷൻ നീയാ. വീശയുടെ ചിരി മാഞ്ഞു. ഇടനെഞ്ചിൽ നിന്നൊരു വിങ്ങൽ പാഞ്ഞു കയറി.
എന്നെ നീ വിശ്വസിക്കല്ലേ, ഞാൻ നിന്നെ ചതിക്കും. അവന്റെ ഹൃദയ അലമുറയിട്ടു. പിന്നീടുള്ള നിമിഷങ്ങളിലൊക്കെയും വരുന്നില്ലെന്ന് ഞാൻ പപ്പയോട് വിളിച്ചു പറയട്ടെ. അപ്പോഴും വിശ്വയുടെ തീരുമാനം എന്തെന്നറിയാത്തൊരു ആശങ്കയുണ്ട് മിത്രയ്ക്ക്. അതിന് നീ പോകുന്നുണ്ടല്ലോ. പക്ഷെ ഇനിയുള്ള ബസ് 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിൽ പോയാൽ ലേറ്റാവും. പിന്നെ പപ്പയ്ക്ക് അത് മതിയാവും ടെൻഷനാവാൻ. അത് ബസ്സിന് പോയാലല്ലേ, ലേറ്റാവാതെ എത്തിക്കാം. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. മിത്ര പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അപ്പോഴേക്ക് അവർ നടന്ന് ബസ് സ്റ്റാൻഡിന് പുറകുവശത്തേക്ക് എത്തിയിരുന്നു. ഇതിലിപ്പോ മനസ്സിലാക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിന്നെ ഞാൻ കൊണ്ടുവിടാം, അത്ര തന്നെ. തോളിൽ കിടന്ന ബാഗ് ഊരി കാറിന്റെ പിന്നിലെ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്കിട്ട് വിശ്വ ചിരിയോടെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അത് തന്നെ. എനിക്ക് കണ്ട് കൊതി തീർന്നില്ല. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാലേ നീ വരൂ. അതുവരെയും പിടിച്ചേക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് നിന്നോട് നിറയെ മിണ്ടുകയും കൊതി തീരെ കാണുകയും ചെയ്യാലോ. അവൻ ആ കാറിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ വിശ്വ, ഒരുപാട് ദൂരല്ലേ, നീ വെറുതെ. അവൻ പറഞ്ഞെടുത്ത വാക്കുകളിലെ പ്രണയത്തിന്റെ തിളക്കമുണ്ട് അവൾക്കും. എങ്കിലും അവന്റെ ബുദ്ധിമുട്ട് കൂടി അവൾ ഓർത്തുകൊണ്ട് പറഞ്ഞു. എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട്, തിരിച്ച് ഇങ്ങോട്ടും. അവനൊറ്റക്ക് അത്രയും ദൂരം. എന്റെ ബുദ്ധിമുട്ട് നീ പറയണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് എങ്ങനെ ഇതൊരു ബുദ്ധിമുട്ടാവും. സന്തോഷമല്ലേ, നിന്നോട് ചേർന്നിരുന്നുകൊണ്ട് അത്രയും ദൂരം. ഞാനത് എൻജോയ് ചെയ്യാനുള്ള ഒരുക്കത്തില്ല. അപ്പോഴാണ് നിന്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങോട്ട് കയറിയിടി മിത്രാണ് നീ സ്മേത്തി. അവനൊരു ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ കവളിൽ പതിയെ തട്ടി. തിരിച്ചു പോയി രാത്രിയാവും വിശ്വ. എന്നിട്ടും ഡോറ് തുറന്ന് കയറിയിരുന്നിട്ട് അവൾ അതാണ് പറഞ്ഞത്. ആയിക്കോട്ടെ എന്റെ പെണ്ണേ, രാത്രി യാത്ര, നിന്റെ ഓർമ്മ, നല്ല അടിപൊളി പാട്ടുകൾ. അയ്യോ പൊളിക്കും ഞാൻ. അവൻ ചിരിയോടെ കാറ് സ്റ്റാർട്ട് ചെയ്തു. നീ കരുതി കൂടി വന്നല്ലേ വിശ്വ? സ്റ്റാൻഡ് വിട്ട് പുറത്തിടുന്ന മിത്ര മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അല്ലടി, അമ്മയാണ് സത്യം. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി വന്ന. പക്ഷെ കണ്ടപ്പോ പിന്നെ നീ പിടിച്ചു വെച്ചില്ലേ. അവന് വീണ്ടും കള്ളത്തരം. പോടോ, ഞാനാണോ? നീയല്ലേ എന്നെ? ആൾക്കും ചിരി വന്നു. ശരി, നമ്മൾ അത് മതി. എന്നാലും വിട്ടിട്ട് പോകാൻ എന്നെപ്പോൾ തന്നെ നിനക്കും മടിയുണ്ടായിരുന്നു ഇല്ലേ? അത് സത്യമല്ലേ? വീശ ചോദിച്ചു. മിത്രയൊന്നും പറയാതെ തിരിഞ്ഞിരുന്നുകൊണ്ട് ചിരിയൊതുക്കി. സത്യമാണ്. ആ നെഞ്ചിൽ കാതോർത്ത് പ്രണയത്തിന്റെ ചൂടിൽ സ്വയം ഒതുങ്ങിയിരുന്നപ്പോൾ ആ നിമിഷങ്ങൾ അവസാനിച്ചു പോകാതിരിക്കാൻ താനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മുരുകനോടൊന്ന് വിളിച്ചു പറയട്ടെ. വീശ ഫോൺ എടുത്ത് എത്താൻ വൈകുമെന്നും മിത്രയുടെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കോൾ അവസാനിപ്പിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.